ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഏത് ചോദ്യത്തിനും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്നും വിട്ടുമാറാതെ മറുപടി പറയാൻ കഴിയുള്ള ഒരാളാണ് ആധുനിക മനുഷ്യൻ എന്ന് അവകാശപ്പെടുന്ന മൈത്രേയൻ എന്നയാള്. എത്ര പേരോടാണ് അദ്ദേഹം ചർച്ചകൾ ചെയ്യുന്നത്? എത്ര പേരാണ് അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്? ആരൊക്കെ, എവിടെയൊക്കെ, എപ്പോഴൊക്കെ വിളിച്ചാലും എത്ര പേര് ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചാലും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്നും അദ്ദേഹം ഒരിക്കലും വിട്ടുമാറാറില്ല. എല്ലാവരോടും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം മറുപടി പറയുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ഓരോ ഇന്റർവ്യൂവിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ ആശയങ്ങളും തന്നെയാണ്. നമുക്കതൊന്ന് കേൾക്കാം. ഞാൻ ഈ കഞ്ചാവ് കേസ് എന്ന് പറയുന്നത് കേട്ട പേടിക്കാൻ തോന്നുന്നില്ല. ഉപയോഗിച്ചിട്ടുണ്ടോ കഞ്ചാവ്? ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ദിവസം പാങ്ങടിച്ചിട്ടാണല്ലോ ആ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഇരിക്കുന്നത്. കഞ്ചാവ് വലിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസനെയാണ് എല്ലാവരും പരമഹംസൻ എന്ന് വിളിക്കുന്നത്. മൈത്രേയൻ എന്ന വ്യക്തിയെ 15 മിനിറ്റ് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ശരിയാക്കി കൊടുക്കാം. അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് അയാളെ അറിഞ്ഞു. സാറ് പറയുന്ന ഒരു കാര്യം 50% ഉൾക്കൊള്ളാൻ പറ്റും, 50% ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അയാൾ ആരുമല്ല. പിന്നെ ഞാനെന്തോ പറയുന്നതിനെ പറ്റി ഒരു വ്യക്തിനെ വാല്യൂ ചെയ്യില്ല എന്ന് പറയുന്ന ബിഗ് ബോസ് ഞാൻ ഒരിക്കലും കാണത്തില്ല. ബോസ് ചെയ്യുന്നവരുടെ ലോകമാണ്. മറ്റവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കണമെന്ന് തോന്നുന്നവരെ അത് കണ്ടുകൊണ്ടിരിക്കത്തു. രാജാവിനെതിരായിട്ട് ചെയ്യുന്നവരെന്നാ മാത്രമായിരുന്നു അറിയുന്നത്. കഴിവേറികളെന്നായിരുന്നു അവരെ പറയുന്നത്. DNA എന്താണെന്ന് അറിഞ്ഞുകൂടാന്നാ വേഗം പറഞ്ഞത്. അത് സത്യമാണ്. ഹിന്ദു മാട്രിമോണിയൽ, നായർ മാട്രിമോണിയൽ, ഈഴവ മാട്രിമോണിയൽ, ബ്രാഹ്മണ മാട്രിമോണിയൽ ഒക്കെ ഉണ്ടാക്കിയത് വേടനാണ്. അയലത്ത് പോയി തിന്നരുതെന്ന് പഠിപ്പിക്കുന്ന, അയലത്തുള്ളവരുടെ വീട്ടിൽ കയറരുതെന്ന് പഠിപ്പിക്കുന്ന കൊള്ളാത്ത വീട്ടിൽ ജനിച്ചവരാകരുത്. ഇവിടുത്തെ ഗവൺമെന്റിനേക്കാളും കുറ്റവാളികളായ ആരും ഇല്ല. ഇവിടെ മുഴുവൻ എണ്ണത്തിന് മന്ത്രി സഹിതം തൂക്കിക്കൊല്ലണം നിങ്ങൾ പറയുന്ന ന്യായമാണെങ്കിൽ. ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ്? മിസൈൽ മാൻ. നിങ്ങളുടെ മിസൈൽ അയച്ചാല് അവിടെ ഉള്ളവർക്ക് ഉമ്മ വയ്ക്കുക എന്ന് ചെയ്യുന്നത്. കഞ്ചാവ് വലിക്കുന്നവന്മാരും കറുപ്പ് തിന്നുന്നവന്മാരും ഭരിക്കുന്ന നാടാണ് നമ്മൾ. ജാതിവാദികളെക്കാളും മോശപ്പെട്ട ഒന്നല്ല കഞ്ചാവ്. ഉറപ്പാ. എന്നാ പിന്നെ സ്കൂളുകളിലൊക്കെ കഞ്ചാവ് വിതരണം ചെയ്യാൻ മിഠായി പോലെ. നിങ്ങളെന്താ കഴിക്കാത്ത? അപ്പൊ പിന്നെ നിങ്ങളത് അങ്ങനെ പറയണ്ട. ഏറ്റവും കൂടുതൽ കാശ് ചെലവഴിച്ച് ഈ അടുത്തിടയ്ക്ക് നടത്തിയ ഉത്സവമാണ് കുംഭം. അവിടെ ഉള്ള മുഴുവൻ പേരും കഞ്ചാവ് വലിച്ചത്. അതെങ്ങനെ പറയാൻ പറ്റും? അവിടെ കിടക്കുന്നത് എവിടെ പോയി നമ്മളെല്ലാം കാണുന്നതല്ലേ. ഈ ഇടയ്ക്ക് നമുക്ക് നോക്കിയാൽ കുറെ നഗ്ന സന്യാസിമാരെല്ലാം അതിനകത്ത് ഇരിക്കുന്നതാണ്. കഞ്ചാവ് മാത്രം വലിക്കുന്നവർ. നിങ്ങൾ ഈ പത്രം വായിച്ച ആളല്ലേ, അല്ലാതെ നിങ്ങൾക്ക് വേറെ എവിടുന്നാണ് വിവരമുള്ളത്? മോദി ആളെ വിട്ട് ബോംബ് ചെയ്യിച്ചില്ലേ? അയാൾ എത്ര കഞ്ചാവ് എത്ര മദ്യവും കഴിച്ചിട്ടുണ്ടാവും? കഞ്ചാവ് വലിക്കുന്നവരെല്ലാം കഞ്ചാവ് വലിച്ചവിടെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ അവിടൊക്കെ പോയിട്ട് വെടിവെക്കുന്നവര് സൈനായ ഗൂഢാലോചന നടത്തി കൊല്ലുന്നവരാണ് പട്ടാളത്തിലിരിക്കുന്നത്. ബലമുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളെ കണ്ടുപിടിക്കാൻ കൊള്ളത്തില്ലെന്ന് ഞാൻ പറയുന്നത്. ബിഗ് ബോസിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എത്ര കൃത്യമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നതുമായ കുത്തിത്തിരിപ്പുകളും പാരവയ്പ്പുകളും ഏതെല്ലാം രീതിയിലാണ് മറ്റു മനുഷ്യരെ ഒതുക്കാനുള്ള തന്ത്രങ്ങളും ഒക്കെ മെനയുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. അതിലേക്ക് അദ്ദേഹത്തെയും വിളിച്ചിരുന്നു. അദ്ദേഹം ആ ഷോയിലേക്ക് പോവില്ല എന്ന് തറപ്പിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ ഷോയെ കുറിച്ചുള്ള അഭിപ്രായം 100% സത്യമാണ്. എങ്ങനെ നോക്കിയാലും അതിനകത്ത് വെറും കുത്തിത്തിരിപ്പുകളും പാരവയ്പ്പുകളും മാത്രമേ ഉള്ളൂ. അത് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഇത്തരം ഷോകൾ സമൂഹത്തിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ തന്നെയാണ് കൈമാറുന്നത്. 15 മിനിറ്റ് മൈത്രേയനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മൈത്രേയനെ ഒതുക്കിക്കളയും എന്ന് പറയുന്ന മാരാരാണ് അടുത്തത്. മാരാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആശയങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെ നോക്കിയാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കും. പല രാഷ്ട്രീയങ്ങളുടെ മാറി വന്ന ആശയ സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിയാണ് മാരാര്. മാരാര് വിചാരിക്കുന്നത് മാരാർ കുറച്ച് ശബ്ദത്തിൽ സംസാരിച്ചത് കൊണ്ട് എല്ലാവരും ഭയപ്പെട്ടു പോയി, അല്ലെങ്കിൽ തന്റെ ആശയം ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നാണ്. ഒരിക്കലുമല്ല. മാരാരുടെ ആശയങ്ങൾ 100% ജാതി വെറിയുടേതാണ്. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിന്റെ പിന്നിലുള്ള മാരാർ എന്ന ജാതിയെങ്കിലും എടുത്തു മാറ്റുമായിരുന്നു. അദ്ദേഹം ആ ജാതി പേര് പോലും മാറ്റാതെയാണ് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചുമൊക്കെ മൈത്രേയൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്കില്ല. അയാളെല്ലാം തെറ്റായാണ് മനസ്സിലാക്കുന്നത്. മൈത്രേയൻ പറയുന്ന കാര്യങ്ങൾ ആശയപരമായി 100% ശരിയുള്ളതാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അത് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം.
ആശയം. മൈത്രേയന്റെ അഭിപ്രായം തെറ്റല്ല. ഇന്ന് വേടനെ കുറിച്ച് കുറ്റം പറയുന്നവരെല്ലാം ചാനൽ ചർച്ചകളിൽ വരുന്നവരെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സകല പേരുടെയും പേരിന്റെ അവസാനം ജാതി പേര് ചേർത്തിട്ടുള്ളവരാണ്. പണിക്കരെന്നും നായരെന്നും വാര്യരെന്നും മാരാരെന്നും പേരുകൾ കൊടുത്തിട്ടുള്ളവരാണ് വേടനെ കുറ്റം പറഞ്ഞു വരുന്നവർ മൊത്തത്തിലും. അവർക്കെല്ലാം ജാതി പേര് സ്വന്തം പേരിന്റെ കൂടെ കൊണ്ടു നടക്കാം. വേടൻ ജാതിയെ കുറിച്ച് പാടിയത് അപമാനമായി ജാതിയെ ഉണർത്തുന്നു എന്നാണ് അവർ പറയുന്നത്. ഓരോ വ്യക്തിയെ നമ്മൾ വിളിക്കുമ്പോൾ, ഉദാഹരണത്തിന് മാരാരെ തന്നെ, അഖിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഖിലിന്റെ കൂടെ ഈ മാരാരുണ്ട്. പണിക്കരെന്ന് പറഞ്ഞാൽ പണിക്കരെന്ന് പറയുന്നത് ഒരു ജാതി പേരാണ്, അല്ലാതെ അത് പേരല്ല. നായര് പേരല്ല, ജാതി പേരാണ്. അങ്ങനെ പല പേരുകളും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ചാനൽ ചർച്ചകളിൽ വരുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ സകല പേരുടെയും പേരിന്റെ പിന്നെ ജാതി വെച്ച് നടക്കുന്നവരാണ് വേടനെ കുറ്റം പറഞ്ഞു വരുന്നവർ. അവരാദ്യം ആ പേരിന്റെ പിന്നിലുള്ള ജാതി പേരാണ് മാറ്റേണ്ടത്. വേടന്റെ പാട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് മെനക്കെട്ട് കേൾക്കേണ്ടി വന്നു. കാരണം അയാൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നൊന്നും ആണ്. അത് ജാതി എന്താണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ പാട്ടുകളെ കൊണ്ടുവരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ഈ ഇവിടുത്തെ ജാതിവാദികളുടെ ആർഗ്യുമെന്റ്സാ പറയുന്നത്. കാരണം സംവരണമാണ് ജാതി ഉണ്ടാക്കുന്നതെന്ന് ഇപ്പൊ പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതുപോലെയാണ് ഹിന്ദു മാട്രിമോണിയൽ, നായർ മാട്രിമോണിയൽ, ഈഴവ മാട്രിമോണിയൽ, ബ്രാഹ്മണ മാട്രിമോണിയൽ ഒക്കെ ഉണ്ടാക്കിയത് വേടനാണ്. ആണോ? അല്ല. ദേവസ്വം ബോർഡിനകത്ത് പൂജാരിമാരായിട്ടിരിക്കാനായിട്ട് ബ്രാഹ്മണർക്കേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് വേടൻ ഉണ്ടാക്കിയതാണ്. ഒരു വീട്ടിനകത്ത് നിങ്ങള് ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു, അയാളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വീട്ടുകാർ പറയുന്ന കാര്യം വേടൻ പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഒരാളെ പ്രണയിച്ചു, അപ്പുറത്ത് അതാണോ പെണ്ണിനെയൊക്കെ പ്രണയിച്ചെന്ന് വെച്ചോ, അവരെ എടുക്കാൻ നമ്മുടെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ വീട് വേടൻ പറഞ്ഞിട്ടുണ്ടായതാണ്. ഈ നാട് പണ്ടേ ഇങ്ങനെ തന്നെയാണ്, ജാതിവാദികളുടെ നാടാണ്. അവരുടെ അവസ്ഥയെപ്പറ്റി ചൂണ്ടിക്കാണിച്ചത് മാത്രമേ വേടൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ പഴത്തിനകത്ത് ഒരു പുഴുവുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊരു ഡോക്ടർ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞിട്ടാ ക്യാൻസർ, പണ്ട് ആൾ പറയത്തില്ല ഇങ്ങനെ പറയരുത് എന്ന് പറയത്തില്ലേ. അങ്ങനെ പറയാതിരിക്കുന്നത് വഴി ഇല്ലാതെ പോയി എന്ന് പറയുന്ന പുഴുക്കുത്തുകളെ തുറന്നു കാട്ടിയ പണി മാത്രമേ വേടൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേടം പറയുമ്പോൾ ഉണ്ടായതല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ശിവൻകുട്ടി സാർ മുകേഷിനെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പെടുന്ന കേസിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായി, പുള്ളി ഗസ്റ്റായിട്ട് വന്നു. അത് എന്തിനാണ് വിളിച്ചതെന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. അങ്ങനെയാണ് ഈ കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരു വ്യക്തിനെ ഒരു ഗവൺമെന്റ് പ്രോഗ്രാമിൽ വിളിക്കാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടി എങ്ങനെയാണ് എത്ര കേസിനകത്തുണ്ടായിരുന്ന ആളാണ്? സ്വന്തം ശരീരത്തിലുള്ള കസ്തൂരിമാനിന്റെ മണം തിരിച്ചറിയാതെ അവർ ലോകം മുഴുക്കെ തിരക്കി നടക്കും, എവിടെന്നാണ് ഈ മണം വരുന്നത് എന്ന്. ഇതുപോലെയാണ് ജാതിവെറിയന്മാർ. അവരുടെ ബാക്കിൽ തന്നെ ജാതി പേരും വച്ചിട്ട് മറ്റുള്ളവർ ജാതി പറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു രീതിയാണ് ഈ ജാതിവെറിയന്മാരുടെ. ഇന്ന് ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളിൽ, യുദ്ധങ്ങളിൽ, അതിർത്തികൾ കയ്യേറുന്നിടത്ത് ഇതൊന്നും കഞ്ചാവടിച്ചവരല്ല ചെയ്യുന്നത്. മൈത്രേയന്റെ വാദം എത്ര കണ്ട് ശരിയാണ്. ജാതിവെറിയും മതവെറിയുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത്. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെ നോക്കൂ, അതെല്ലാം മതത്തിന്റെ പേരിലാണ് നടക്കുന്നത്. മതവും ജാതിയും തന്നെയാണ് മനുഷ്യനിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം. ലോകത്ത് എവിടെ ചെന്നാലും ആദ്യം അന്വേഷിക്കുന്നത് അവന്റെ മതം എന്താണ്, അവന്റെ ജാതി എന്താണ് എന്നാണ്. അല്ലാതെ അവൻ കഞ്ചാവ് വലിക്കുന്നവനാണോ എന്നല്ല. നമ്മളൊരു വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ പോലും അവരന്വേഷിക്കുന്നത് അവന്റെ ജാതി ഏത്, മതമേത്, അവന് പ്രത്യേക രീതികൾ, അവന്റെ രേഖകളിൽ അതെല്ലാം എഴുതി പിടിപ്പിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. മതം തലയ്ക്ക് പിടിച്ച മനുഷ്യർ ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങളുടെ കണക്ക് നോക്കൂ. എന്നാൽ കഞ്ചാവ് വലിച്ചിട്ട് എത്ര പേരാണ് ആരെയൊക്കെ കൊന്നിരിക്കുന്നു. മതവും ജാതിയും തന്നെയാണ് ലോകത്ത് ഏറ്റവും വലിയ വിപത്ത് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അത് തന്നെയാണ് മൈത്രേയൻ പറയുന്നത്. കഞ്ചാവിനേക്കാൾ അതിഭീകരമാണ് ജാതി വെറിയും മതവെറിയും. മതം തലയ്ക്ക് പിടിച്ച മനുഷ്യനോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല. കഞ്ചാവ് വലിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലഹരി കുറയുമ്പോൾ അവർ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും, അവനൊരു മനുഷ്യനായി മാറും. എന്നാൽ മതവും ജാതിയും തലയ്ക്ക് പിടിച്ച മനുഷ്യൻ അവൻ മരണം വരെ അതിൽ നിന്ന് അവന് മോചനമില്ല. അവൻ മറ്റുള്ളവരെ കൊല്ലാനും മറ്റുള്ളവരെ അധിക്ഷേപിക്കാനും ഒക്കെയാണ് തുനിയുന്നത്. കഞ്ചാവ് വലിച്ചു എന്നതിന്റെ പേരിൽ ലോകത്തൊരിടത്തും ഒരു യുദ്ധമോ
ഒരു കലാപമോ ഉണ്ടായിട്ടില്ല. അതെല്ലാം വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ഒരു വ്യക്തി കഞ്ചാവ് വലിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന വ്യക്തി പ്രവർത്തികൾ മാത്രമാണ്. എന്നാൽ ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ നോക്കൂ, യുദ്ധങ്ങൾ നോക്കൂ, വംശീയത നോക്കൂ, വർഗീയ കലാപങ്ങൾ നോക്കൂ. ഇതില്ലാത്തിന്റെയും പിന്നിൽ കഞ്ചാവാണോ? അല്ലല്ലോ. കഞ്ചാവോ ലഹരി പദാർത്ഥങ്ങളോ അല്ല. ഇതെല്ലാം ചെയ്യുന്നത് ജാതിവെറിയന്മാരും മതഭ്രാന്തന്മാരുമാണ്. അതുകൊണ്ട് തന്നെ മൈത്രേയന്റെ വാദങ്ങൾ ശരിയുമാണ്, സത്യവുമാണ്.